നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കിയിലും കൊല്ലത്തും KSRTC ബസ്സിടിച്ച് അപകടം. പാമ്പനാറിൽ വഴിയാത്രക്കാരൻ മരിച്ചു. ചെങ്ങമനാട്ട് ബൈക്ക് യാത്രികൻ മരിച്ചു. കണ്ണൂർ ഉളിയിലിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്ക്. പാർക്ക് ചെയ്ത കാർ മാറ്റാൻ ആവശ്യപ്പെട്ട ബസ് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് വടകര തൊട്ടിൽപ്പാലം റൂട്ടിലോടുന്ന മെഹബൂബ് ബസ് ഡ്രൈവർ ഷെല്ലിക്ക്. ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച മുഹമ്മദിനെതിരെ കേസെടുത്തു. നെയ്യാറ്റിൻകരയിൽ അസം സ്വദേശിനിയെ പീഡിപ്പിക്കാൻ ശ്രമം. മാരായമുട്ടം കുറുവാട് സ്വദേശികളായ 2 പേർക്കെതിരെ പരാതി. നിലവിളി കേട്ട് നാട്ടുകാരെത്തിയപ്പോൾ രക്ഷപ്പെട്ടെന്ന് യുവതി. തൃത്താലയിൽ കിണറ്റിൽ വീണ മോഷ്ടാവ് പോലീസ് പിടിയിൽ. വീണത് മോഷണം നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ. തമിഴ്നാട് സ്വദേശികളായ മോഷ്ടാക്കളിൽ 2ാമനെ നാട്ടുകാർ പിടികൂടി. ശബരിമലയിൽ പൈങ്കുനി ഉത്സവത്തിന് കൊടിയേറി. വിഷു പൂജകൾക്ക് ശേഷം നട ഇനി അടയ്ക്കുക ഏപ്രിൽ 18-ന്. വിപുലമായ ഒരുക്കങ്ങളുമായി ദേവസ്വം ബോർഡ്. വിശദമായ വാർത്തയിലേക്ക്. കോഴിക്കോട് കുറ്റ്യാടിക്ക് സമീപം സ്വകാര്യ ബസ് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. ഗതാഗതം തടസ്സപ്പെടുത്തി പാർക്ക് ചെയ്ത കാർ മാറ്റാൻ ആവശ്യപ്പെട്ടതാണ് മർദ്ദന കാരണം. വടകര തൊട്ടിൽപ്പാലം റൂട്ടിലോടുന്ന മെഹബൂബ് ബസ് ഡ്രൈവർ വട്ടോളി സ്വദേശി ഷെല്ലിക്കാണ് മർദ്ദനമേറ്റത്. കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ഹെൽമറ്റ് ഉപയോഗിച്ച് ഡ്രൈവറുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. ഇയാൾക്കെതിരെ കുറ്റ്യാടി പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അസം സ്വദേശിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. ഇന്നലെ വൈകിട്ട് മാരായമുട്ടം കുറുവാടിലാണ് സംഭവം. 2 പേർ ചേർന്നാണ് ആക്രമിച്ചതെന്നും നിലവിളി കേട്ട് നാട്ടുകാരെത്തിയപ്പോൾ രക്ഷപ്പെട്ടെന്നുമാണ് പരാതി. കുറുവാട് സ്വദേശികളായ 2 പേർക്കെതിരെയാണ് പരാതി. കരുനാഗപ്പള്ളി ജിം സന്തോഷ് കൊലപാതക കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശി പങ്കജ് മേനോനാണ് പിടിയിലായത്. ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ കല്ലമ്പലത്ത് നിന്നാണ് കരുനാഗപ്പള്ളി പോലീസ് ഇന്ന് പുലർച്ചെ പിടികൂടിയത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 7ആയി. സന്തോഷിനെ വധിക്കാൻ ഗുണ്ടാ സംഘങ്ങൾക്ക് കൊട്ടേഷൻ നൽകിയത് പങ്കജ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതും 1ാം പ്രതിയുമായ അലുവ അതുൽ, സാമുവൽ എന്നിവർ ഒളിവിലാണ്. കഴിഞ്ഞ 27-നായിരുന്നു കരുനാഗപ്പള്ളി സ്വദേശിയായ ജിം സന്തോഷിനെ ഗുണ്ടാസംഘം വീട്ടിൽ കയറി വെട്ടിക്കൊന്നത്. പാലക്കാട് തൃത്താലയിൽ കിണറ്റിൽ വീണ മോഷ്ടാവ് പോലീസ് പിടിയിൽ. ആനക്കരയിലെ 2 വീടുകളിൽ മോഷണം നടത്തിയ തമിഴ്നാട് സ്വദേശികളാണ് പിടിയിലായത്. ആനക്കര സ്വദേശി ബാലകൃഷ്ണന്റെയും സഹോദരിയുടെയും വീട്ടിലാണ് മോഷണം നടന്നത്. 2 വീടുകളിലും മോഷണം നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരാൾ കിണറിൽ വീഴുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ആൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സംശയം തോന്നിയ നാട്ടുകാർ പിടികൂടി. തമിഴ്നാട് സ്വദേശികളായ കരുണാനിധി, ജയരാമൻ എന്നിവരാണ് പിടിയിലായത്. തുടർന്നാണ് മോഷ്ടാക്കളിൽ ഒരാൾ കിണറിൽ വീണ വിവരം അറിയുന്നത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മോഷ്ടാവിനെ കിണറിൽ നിന്നും പുറത്തെടുത്തു. മോഷ്ടിച്ച പണവും ലഭിച്ചു. അപ്പൊ ഇയാളോട് എങ്ങോട്ട് വന്നത്, എന്താ വന്നതെന്നൊക്കെ ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞൊക്കെ ഉൾട്ടേന്. ഒന്നും പട്ടാമ്പിക്ക് വന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടേക്ക് എത്തേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പറഞ്ഞു ബീവറേജിൽ നിന്ന് വന്നാണെന്ന്. ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ 12:30ആണ്. 9 മണിക്ക് അടക്കുന്ന ബീവറേജിൽ നിന്ന് ഇപ്പം എന്തായാലും ഇവിടെ 12:30 എത്തില്ലല്ലോ. അപ്പം അങ്ങനെ സംശയം തോന്നി. പിന്നെ അങ്ങനെ പോലീസിന് ഇൻഫോം ചെയ്ത് പോലീസ് വന്നു, ഫയർഫോഴ്സ് വന്നു. അങ്ങനെ ആളെ കയറ്റി പിന്നെ അവർ കൊണ്ടുപോയി. കുറച്ചു പണവും 9,000 രൂപ വില വരുന്ന നടരാജ വിഗ്രഹവുമാണ് മോഷ്ടിച്ചത്. ഒരു 9 മണിക്ക് ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് വീട് പുറഭാഗം ഗ്രില്ല് പൊട്ടിച്ച് കണ്ടത്. ഉള്ളിൽ കയറിയപ്പോൾ കുറച്ച് പൈസ, അതുണ്ട്, കുണ്ടിയിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഒരു നടരാജ വിഗ്രഹം ചെറുതുണ്ടായിരുന്നു, അതും പോയി. പിന്നെ ഇപ്പോൾ നോക്കിയപ്പോഴാണ് ചെറിയൊരു ടോർച്ച്, നല്ല ടോർച്ച് ഉണ്ടായിരുന്നു, അതും കാണാനില്ല. തമിഴ്നാട്ടിൽ നിന്ന് ട്രെയിൻ മാർഗമെത്തി ആളില്ലാത്ത വീടുകളിൽ മോഷണം നടത്തി മടങ്ങുകയാണ് സംഘത്തിന്റെ രീതി. ന്യൂസ് 18 പാലക്കാട്. കണ്ണൂർ ഉളിയിലിൽ വാഹനാപകടം. 7 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരമാണ്. സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് മടിക്കേരിയിലേക്ക് പോവുകയായിരുന്ന ബസ്സും എതിരെ വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്.
ഇടുക്കി പാമ്പനാറിൽ KSRTC ബസ്സിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. പാമ്പനാർ സ്വദേശി സ്റ്റെൻസിലാവോസ് ആണ് മരിച്ചത്. ദൻസൻ ലാസിനെ ഇടിച്ച ശേഷം ബസ് സമീപത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. കുമളിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ KSRTC ബസ്സാണ് ഇടിച്ചത്. ശബരിമലയിൽ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഉത്സവം വിഷു പൂജകൾക്കായാണ് ശബരിമല നട തുറന്നത്. രാവിലെ 9:45-നും 10:45-നും മധ്യേയായിരുന്നു കൊടിയേറ്റ ചടങ്ങുകൾ. ഉത്സവത്തിന്റെ ഭാഗമായി ഉത്സവബലി, മുളപൂജ, വിളക്കെഴുന്നള്ളിപ്പ്, ശ്രീഭൂതബലി, പള്ളിവേട്ട, ആറാട്ട് എന്നിവ നടക്കും. പൈങ്കുനി ഉത്രം ഉത്സവത്തിന് പുറമെ മേടമാസ പൂജകൾക്കായി തുടർച്ചയായി 18 ദിവസം നട തുറന്നിരിക്കും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്നത് വിഷുവിനാണ്. തുടർച്ചയായി നട തുറന്നിരിക്കുന്നതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് ശബരിമലയിൽ ദേവസ്വം ബോർഡ് നടപ്പാക്കിയിട്ടുള്ളത്. ന്യൂസ് 18 ശബരിമല. പാലക്കാട് തൃത്താല നിവാസികൾക്ക് ആശ്വാസം. 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പൊതുകുളത്തിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാവുകയാണ്. 1 കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന പുനരുജ്ജീവന പ്രവർത്തികൾ അന്തിമഘട്ടത്തിലാണ്. തൃത്താല നാഗലശ്ശേരി പഞ്ചായത്തിലെ മൈലാഞ്ചിക്കാട് മാങ്ങാട്ടുകുളമാണ് 1 കോടി രൂപ ചിലവഴിച്ച് നവീകരിക്കുന്നത്. 100 വർഷത്തിലധികം പഴക്കമുള്ള കുളം കാടുപിടിച്ചും അരികിടിഞ്ഞും നാശത്തിന്റെ വക്കിലായിരുന്നു. പ്രദേശത്തെ ഏറ്റവും വലിയ കുളങ്ങളിലൊന്നാണ് മാങ്ങാട്ടുകുളം. ഒരു കാലത്ത് പ്രദേശത്തെ കാർഷിക മേഖലകളുടെയും കുടിവെള്ള ലഭ്യതയുടെയും പ്രധാന സ്രോതസ്. കർഷകരുടെയും ജനങ്ങളുടെയും ഏറെ കാലമായുള്ള ആവശ്യമായിരുന്നു കുളം ഉപയോഗപ്രദമാക്കുക എന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ ഇടപെടലിലൂടെയാണ് പദ്ധതി ആവിഷ്കരിച്ചത്. MP രാജേഷിന്റെ ഇടപെടലിന്റെ ഭാഗമായി 1 കോടി രൂപ ഈ കുളത്തിന് വേണ്ടി ഈ പ്രദേശത്തുകാരുടെ ആവശ്യപ്രകാരം പഞ്ചായത്തിൻ്റെയും ഈ പ്രദേശത്തെ ജനങ്ങളുടെയും ആവശ്യപ്രകാരം അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുളത്തിൻ്റെ പണി ഇവിടെ ആരംഭിച്ചത്. ടെൻഡർ എടുത്തു കഴിഞ്ഞ് കരാറുകാർ തന്നെ പെട്ടെന്ന് ഈ കുളത്തിൻ്റെ പണി നമ്മൾ വിചാരിച്ചേക്കാൾ നേരത്തെ തന്നെ കുളത്തിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള ആത്മാർത്ഥത കാണിച്ചതിൽ അവരെ അഭിനന്ദിക്കുകയാണ്. കുളത്തിലെ ചെളി നീക്കം ചെയ്ത് ആഴം കൂട്ടുക, പടവുകൾ നിർമ്മിക്കുക, സൈഡ് ഭിത്തി നിർമ്മിക്കുക, സംരക്ഷണ വേലി നിർമ്മിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നവീകരണത്തിന്റെ ഭാഗമായി ചെയ്യുന്നത്. 40 ഹെക്ടറിലധികം വരുന്ന കൃഷിസ്ഥലത്ത് ജലസേചനം ലഭ്യമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് കുളിക്കുന്നതിനും മറ്റും ഈ കുളം ഉപയോഗപ്രദമാക്കാനാണ് ലക്ഷ്യം. ന്യൂസ് 18 പാലക്കാട്. വരയാടുകളുടെ പ്രജനന കാലത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഇരവികുളം പാർക്ക് തുറന്നു. 2 മാസത്തേക്കായിരുന്നു പാർക്ക് അടച്ചിരുന്നത്. ഉദ്യാനം തുറന്നതോടെ ഇടുക്കിയിലേക്കുള്ള സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. വരയാടുകളുടെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ട് 2 മാസങ്ങൾക്ക് മുൻപാണ് ഇരവികുളം ദേശീയോദ്യാനം അടച്ചത്. പ്രജനന കാലം അവസാനിച്ചതോടെയാണ് വീണ്ടും സന്ദർശകർക്കായി തുറന്നിരിക്കുന്നത്. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം. ജനുവരി 31 മുതലായിരുന്നു ഉദ്യാനം അടച്ചത്. പുതുതായി പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം വരയാടുകളുടെ പ്രജനനം സുഗമമായി നടക്കുന്നതിനുമായിട്ടാണ് എല്ലാ വർഷവും ഈ കാലയളവിൽ പാർക്ക് അടച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം 827 വരയാടുകളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സെൻസസ് പ്രകാരമുള്ളത്. കുട്ടികൾ ഒരു 144 കുട്ടികളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സെൻസസിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഏപ്രിൽ 4ാമത്തെ ആഴ്ചയാണ് നമ്മൾ സെൻസസ് പ്ലാൻ ചെയ്യുന്നത്. ഈ സീസണിൽ ഇതുവരെ 80-ലധികം വരയാടിൻ കുഞ്ഞുങ്ങൾ പിറന്നതായാണ് അനൌദ്യോഗിക കണക്ക്. ഏപ്രിൽ 20-ന് ശേഷം ഇത്തവണത്തെ വരയാട് സെൻസസ് നടത്തുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. കണക്കെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ പുതുതായി പിറന്ന വരയാടിൻ കുഞ്ഞുങ്ങളുടെ എണ്ണം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്.
ഉദ്യാനം തുറന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. പുഴ കടന്നു വേണം ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ വിദൂര ആദിവാസി മേഖലയായ മാങ്ങാപ്പാറ കുടിയിലേക്ക് എത്താൻ. എന്നാൽ പുഴയ്ക്ക് കുറുകെ ഒരു പാലം വേണമെന്ന ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പാലം നിർമ്മിക്കുമെന്ന് വാഗ്ദാനങ്ങൾ പലതുണ്ടായെങ്കിലും ഈ വേനൽക്കാലത്തും പാലം യാഥാർത്ഥ്യമായിട്ടില്ല. ഇടുക്കി ജില്ലയിലെ വിദൂര ആദിവാസി മേഖലകളിലൊന്നാണ് മാങ്കുളം പഞ്ചായത്തിലെ മാങ്ങപ്പാറക്കുടി. പഞ്ചായത്ത് ആസ്ഥാനമായ മാങ്കുളം ടൗണിലേക്ക് കൂടി നിവാസികൾക്ക് എത്തണമെങ്കിൽ പുഴ കുറുകെ കടക്കണം. പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ വേനൽക്കാലത്ത് പുഴയിലൂടെ ജീപ്പുകൾ ഇറങ്ങി മറുകരയിലേക്ക് കടക്കും. എന്നാൽ കാലവർഷത്തിൽ പുഴയിൽ വെള്ളമുയരുന്നതോടെ യാത്ര ചെയ്യാൻ കഴിയാതെ മാങ്ങപ്പാറക്കുടിയിലെ ജനങ്ങൾ ദിവസങ്ങളോളം പുറം ലോകത്തു നിന്നും ഒറ്റപ്പെട്ടു പോകും. മഴക്കാലത്ത് അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പല ദിവസങ്ങളോളം ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതിരിക്കുന്ന സാഹചര്യമാണ്. പിന്നെ എന്തെങ്കിലും ആശുപത്രി കേസുകളൊക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാരെ ഇങ്ങനെ കസേരയിൽ വെച്ച് എടുത്ത് കൊണ്ടുവന്നിട്ട് താഴെ ഒരു ചെറിയ നടപ്പാലമുണ്ട്. അതും പോകാതായിരിക്കുന്ന പാലമാണ്. അതിലെ കൂടെ കടന്ന് അക്കരെ കയറി വേണം ഒരു ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കാണെങ്കിലും പോകാനായിട്ട്. പതിറ്റാണ്ടുകളായി പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടായില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാർ പാലം നിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകാറുണ്ടെങ്കിലും ഈ വേനൽക്കാലത്തും നാട്ടുകാർക്ക് നിരാശ മാത്രമാണ് ബാക്കി. മഴക്കാലത്ത് ആശുപത്രി ആവശ്യങ്ങൾക്കും കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനും മറ്റു മാർഗങ്ങളില്ല. പട്ടികവർഗ വികസന വകുപ്പും മറ്റ് അധികൃതരും ഇടപെട്ട് മാങ്ങാപ്പാറക്കുടിയിലേക്ക് പാലം നിർമ്മിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിലെ റോഡിന് ഇരുവശവും. മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇതേ മാലിന്യത്തിൽ കിടന്ന് സമരം നടത്തിയിരിക്കുകയാണ് പ്രദേശവാസി MJ ഷാജി. സിവിൽ സ്റ്റേഷൻ റോഡിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ പ്രതിഷേധിക്കുന്നുവെന്ന് പ്ലക്കാർഡ് കയ്യിൽ പിടിച്ചാണ് ഷാജി 4 മണിക്കൂറോളം മാലിന്യത്തിൽ കിടന്നത്. മാലിന്യം തള്ളുന്നതിനെതിരെ തള്ളിയ മാലിന്യം നീക്കാത്തതിനെതിരെയുമാണ് ഷാജി അതേ മാലിന്യത്തിൽ കിടന്ന് പ്രതിഷേധിച്ചത്. പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡുകളുടെ അതിർത്തിയിലാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. രാത്രികാലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടുന്നതിനായി പ്രദേശവാസികൾ നിരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെയും ആരെയും കണ്ടെത്തിയിട്ടില്ല. നാട്ടുകാർ നിരവധി പ്രതിഷേധങ്ങളും പരാതികളും അധികൃതർക്ക് കൈമാറിയെങ്കിലും നാളിതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ റോഡിന്റെ ഇരുവശത്തുമായി അലക്ഷ്യമായിട്ട് മാലിന്യങ്ങൾ വലിച്ചെറിയുകയാണ്. അപ്പോൾ ഇത് എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതികൂടെ നടക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് മാലിന്യങ്ങൾ ഈ റോഡിൽ കൂടി കിടക്കുവാണ്. അപ്പോൾ ഇവിടെയുള്ള അടുത്തുള്ള ജനങ്ങൾ അത് തട്ടിമാറ്റി ഇട്ടിട്ടാണ് അവർ ബൈക്കിൽ പോകുന്നവരും വണ്ടി പോകുന്നവരും ഒക്കെ ഇതുവഴി സഞ്ചരിക്കുന്നത്. അത്രയ്ക്ക് അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന മാലിന്യ നിക്ഷേപമാണ് ഇവിടെ കാണുന്നത്. ഈ മാലിന്യ നിക്ഷേപത്തിനെതിരെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രതിഷേധ സമരം നടത്തുന്നത്. വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾക്ക് പുറമെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ വരെ ചാക്കുകളിലാക്കി ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നതായി നാട്ടുകാർ പറയുന്നു. കാക്കയുടെയും തെരുവുനായ്ക്കളുടെയും ശല്യവും ഈ പ്രദേശത്ത് അതിരൂക്ഷമാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന വഴിയിൽ നിരവധി തവണ നായ്ക്കൾ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. രാത്രി റോഡിന്റെ നടുക്കിട്ടിട്ട് പോകുന്നത് ഞാൻ പല ദിവസങ്ങളിലും വെളുപ്പിനെ വരുമ്പോൾ ഇത് വലിയ കമ്പൊക്കെ വീട്ടിൽ വാക്കത്തി എടുത്തുകൊണ്ട് വെട്ടി കമ്പ് കൊണ്ട് തള്ളി നീക്കിയിടുക. ചാക്ക് സഹിതം വന്നിരുന്നത്. ഇത് ചാക്കോട് ഒരു ചാക്ക് 2 ചാക്കൊക്കെയാണ് ഇങ്ങനെ തള്ളിയിരുന്നത്. ഇതിനടുത്ത് തന്നെയാണ് വിമുക്ത ഭടന്മാരുടെ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത്. ഇവിടെ എത്തുന്നവർക്കും ഈ മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധവും മറ്റും വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. നഗരസഭകളും പഞ്ചായത്തുകളും ഉൾപ്പെടെ മാലിന്യമുക്തമാണെന്ന് പ്രഖ്യാപിച്ച് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും കരസ്ഥമാക്കുന്ന സാഹചര്യത്തിലാണ് പായിപ്ര പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു ദുരവസ്ഥ. ന്യൂസ് 18 മൂവാറ്റുപുഴ. പൂരോത്സവത്തിന്റെ ഭാഗമായി വടക്കൻ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ചടങ്ങാണ് ചങ്ങാത്തം ചോദിക്കൽ. പൂരോത്സവം നാടിനെ അറിയിക്കുന്ന ചടങ്ങാണ് ചങ്ങാത്തം ചോദിക്കൽ. കാസർഗോഡ് ചെറുവത്തൂരിലെ 2 ക്ഷേത്രങ്ങളിൽ ഇന്നും ചടങ്ങ് നടത്തിവരുന്നുണ്ട്. പൂരക്കളി പന്തലിൽ നിന്നാണ് ബാല്യക്കാരുടെ സംഘം ആർപ്പ് വിളികളുമായി യാത്ര തിരിക്കുന്നത്. ആദ്യം തലക്കാട് ക്ഷേത്രത്തിൽ നിന്ന് തെക്കരുടെ ഭാഗത്തേക്കുള്ള സംഘവും അടുത്ത ദിവസം വടക്കരുടെ ഭാഗത്തേക്ക് അരയാം തുരുത്തി തറവാട്ടിൽ നിന്നും ബാല്യക്കാരുടെ സംഘവും യാത്ര തുടങ്ങും. വടക്കര ഭാഗത്തിലെ മുഴുവൻ പ്രാദേശികത്തിലും ഇവർ വീടുകളിൽ ഈ പൂരോത്സവത്തിനെ കുറിച്ച് അറിയിച്ച് തിരിച്ചു വരുന്ന ചടങ്ങാണ്. പോകുന്ന പോക്കിൽ എല്ലാ പുഴകളും നീന്തിക്കിടന്നാണ് ഇവർ വീടുകളിലേക്ക് എത്തിച്ചേരുക. വീടുകളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൽക്കാരത്തിന് വേണ്ടി ചിലയിടത്ത് ഭക്ഷണം, ചിലയിടത്ത് ഈ ഫ്രൂട്ട്സ് ഇതൊക്കെ ആക്കി വെച്ച് വളരെ ഭക്തിയാദരപൂർവ്വം അവരെ വരവേൽക്കാൻ വേണ്ടി വീട്ടുകാർ കാത്തു നിൽക്കുന്നുണ്ട്.
ഒന്നിച്ചിറങ്ങുന്ന ബാല്യക്കാർ പിന്നീട് പല വഴിക്ക് ചെറു സംഘങ്ങളായി പിരിയും. വീടുകളിൽ കയറിയിറങ്ങുന്ന ബാല്യക്കാരെ വീട്ടുകാർ ഭക്ഷണമൊരുക്കി നിലവിളക്ക് തെളിയിച്ച് സ്വീകരിക്കും. ഞാനിവർ വന്നിറങ്ങി വരുമ്പോഴത്തേക്ക് വിളക്ക് കത്തിക്കും. പിന്നെ പലഹാരമാക്കും, ജ്യൂസാക്കും, ഇതെല്ലാം ഗ്ലാസ്സിൽ വെച്ചിട്ട് ഗ്ലാസ്സെല്ലാം കഴുകി വൃത്തിയാക്കി ചെയ്ത് ഒഴിച്ച് വെക്കും. അവർ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഓടും. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് തന്നെ 60 വർഷത്തോളം അന്ന് മുതലേ ചെയ്യുന്നുണ്ട്. ചെറുവത്തൂർ, പടന്ന, വലിയപറമ്പ പഞ്ചായത്തുകളിലും നീലേശ്വരം, കാഞ്ഞങ്ങാട് നഗരസഭകളിലും ഉൾപ്പെടുന്നതാണ് കഴകത്തിന്റെ പരിധി. ഓടിയും പുഴകൾ നീന്തിയുമാണ് ബാല്യക്കാർ ഇവിടെയെല്ലാം എത്തുന്നത്. കഴകം പരിധിയിലെ 5000-ഓളം വീടുകളിലാണ് ഇവർ ചങ്ങാത്തം ചോദിച്ചു ചെല്ലേണ്ടത്. പാരമ്പര്യത്തിന്റെ തനിമയിൽ ക്ഷേത്രം ബാല്യക്കാർ ചങ്ങാത്തം ചോദിച്ച് വീടുകളിലെത്തുന്നത് നെല്ലിക്കാതുരുത്തിയിലും മായിച്ച ക്ഷേത്രത്തിലും മാത്രം കാണുന്ന അപൂർവതയാണ്. ന്യൂസ് 18 ചെറുവത്തൂർ. കേരളത്തിന്റെ കായിക കുതിപ്പിന് പുത്തൻ പ്രതീക്ഷയേകിയ ഇടുക്കി നെടുങ്കണ്ടം സ്റ്റേഡിയം നാശത്തിന്റെ വക്കിലാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷമായപ്പോഴേക്കും സ്റ്റേഡിയത്തിനുള്ളിൽ ഫീൽഡിൽ നട്ടിരുന്ന വിദേശ ഇനം പുല്ല് പൂർണ്ണമായും ഉണങ്ങി നശിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് നെടുങ്കണ്ടത്തേത്. കിഫ്ബിയിൽ നിന്ന് 10 കോടിയും സർക്കാർ വിഹിതമായ 3 കോടിയും നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ 1 കോടി രൂപയും ചെലവഴിച്ചാണ് നെടുങ്കണ്ടത്ത് സ്റ്റേഡിയം പണിതത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 3-ന് ഉദ്ഘാടനവും നടന്നു. 1 വർഷം കഴിഞ്ഞിട്ടും സ്റ്റേഡിയത്തിന്റെ പണികൾ പൂർത്തിയാക്കി പഞ്ചായത്തിന് കൈമാറിയിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കിയാണ് സ്റ്റേഡിയത്തിൽ ബർമുഡ ഗ്രാസ് നട്ടുപിടിപ്പിച്ചത്. എന്നാൽ ഈ പുല്ല് നനയ്ക്കാനുള്ള സ്പ്രിംഗ്ലർ സംവിധാനം പൂർത്തിയാക്കിയിട്ടില്ല. അന്തരീക്ഷ താപനില മനസ്സിലാക്കി സ്വയം പ്രവർത്തിക്കുന്ന സ്പ്രിംഗ്ലറാണ് സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ചിരിക്കേണ്ടത്. ഇത്തരം സെൻസറുകൾ ഘടിപ്പിച്ച 30ഓളം സ്പ്രിംഗ്ലർ വേണം. അതിൽ പകുതി പോലും സ്ഥാപിച്ചില്ല. ഇതിൻ്റെ അകത്ത് സ്പ്രിംഗ്ലർ സംവിധാനം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിന് എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളതായിട്ട് മനസ്സിലാക്കി അവരെ നമ്മൾ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ 1 മാസം മുമ്പ് ഇവിടെ വന്ന പണികൾ പകുതിയാക്കി പിന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത്. അവർ അടിയന്തരമായിട്ട് അവരെ കൊണ്ട് തന്നെ നിയമ നടപടി സ്വീകരിച്ച് എത്രയും വേഗം അത് പണികൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ ഇനിയും സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് ഇത് വലിയ നാശത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. 6 ഏക്കർ വരുന്ന സ്റ്റേഡിയം കോമ്പൗണ്ടിൽ യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന കുളവും മോട്ടറുമുണ്ട്. ചെലവായ തുകയെ സംബന്ധിച്ച് നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയും കരാറുകാരനും തമ്മിൽ തർക്കമുയർന്നതോടെ പണികൾ ഉപേക്ഷിച്ച് കരാറുകാരൻ മടങ്ങി. ഒരു സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം കൂടെ നിർമ്മിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കിറ്റ്കോയ്ക്ക് വലിയ അലംഭാവം വന്നിരിക്കുന്നു. ഗുരുതരമായ വീഴ്ചയാണ്. അപ്പോൾ കിറ്റ്കോയുടെ ഭാഗത്തെ വീഴ്ച കിറ്റ്കോ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഡെപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന ആ തുകയും കൂടി എടുത്ത് ഈ നിർമ്മാണം പൂർത്തീകരിച്ച് ഏറ്റവും വേഗതയിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം വിട്ടു നൽകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കിറ്റ്കോ നിയോഗിച്ച് കരാറുകാരനാണ് പുല്ലിന്റെയും സംരക്ഷണ ചുമതല. വിഷയത്തിൽ കിഫ്ബിയുടെയും സർക്കാരിന്റെയും അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് ഇടുക്കിയിലെ കായിക പ്രേമികൾ. ന്യൂസ് 18 ഇടുക്കി. നെൽകൃഷി ആരംഭിക്കും മുൻപ് തന്നെ നെൽകർഷകർ എന്ന് വിളവെടുക്കുമെന്ന് പാഡു ഓഫീസിൽ രേഖപ്പെടുത്തുന്നതാണ്. തയ്യാറെടുപ്പുകൾക്ക് സുദീർഘമായ സമയം ലഭിച്ചിട്ടും എന്തുകൊണ്ട് നെല്ല് സംഭരണം വൈകുന്നുവെന്നതാണ് സംശയമായി ഉയരുന്നത്. മഴയെ പേടിച്ച് പാടശേഖരങ്ങളിൽ കൊയ്തിട്ട നെല്ലിന് കാവലിരിക്കേണ്ടി വരുന്ന കർഷകന്റെ ദുരിത ജീവിതവും ചൂഷണത്തിനുള്ള അവസരം മുതലാക്കാൻ കാത്തുനിൽക്കുന്ന മില്ലുകളുടെ തന്ത്രവും പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ. മാനമൊന്നു കറുത്താൽ കുട്ടനാട്ടിലെ കർഷകന്റെ നെഞ്ചിൽ ഇനി ആദിയാണ്. മാസങ്ങൾ നീണ്ട അധ്വാനത്തിനൊടുവിൽ അവൻ കൊയ്തിട്ട 100 മേനി വിളവിന് ആര് കാവലാകും? ഉരുകി ഉരുകി ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ. കർഷകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ കാണുന്ന ഓരോ നെൽമണിയും. പക്ഷേ ആ അധ്വാനത്തിന് സർക്കാരും മില്ലുകളും വില കൽപ്പിക്കുന്നില്ല. വേനൽമഴ കൂടി അടുത്തതോടെ ഇപ്പോൾ ആദിയുടെ കാലമാണ് കുട്ടനാട്ടിലെ കർഷകർക്ക്. നെല്ല് സംഭരണം എത്ര വരെ എത്തി? ന്യൂസ് 18 പരിശോധിക്കുകയാണ്. തെക്കേ മേച്ചേരി വാക്കയും വടക്കേ മേച്ചേരിയും ഉൾപ്പെടെയുള്ള കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ നെല്ല് പ്ലാസ്റ്റിക് ഷീറ്റുകൾ നിരത്തി കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. സംഭരണം എന്തായെന്ന് കർഷകർ തന്നെ പറയട്ടെ. 1ാം ക്ലാസ് നെല്ല, ഒരു കുഴപ്പമില്ലാത്ത നെല്ലാണ്. ഇത് ഇവർ വന്ന് നോക്കുക പോലും ചെയ്യാത്ത പരുവത്തിനിരിക്കുകയാണ്. കൃഷിക്കാരന് എങ്ങും കൊണ്ട് സംഭരിച്ച് വെക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. സൂക്ഷിച്ചാലും ഇതിനകത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മുഴുവൻ നശിക്കും. അവര് പറയുന്ന കിഴിവ് കൊടുക്കേണ്ടി വരും. പിന്നെ എങ്ങനെയെങ്കിലും മാറി പോകണ്ടേ. എഞ്ചിനീയർ ആയിരുന്ന ജോർജ് മാത്യു വാച്ചാപ്പറമ്പിൽ പാരമ്പര്യ കൃഷിയുടെ ഭാഗമായാണ് 200 ഏക്കറിൽ കൃഷി ആരംഭിച്ചത്. ഇപ്പോൾ പെട്ടുപോയ അവസ്ഥയാണ്. അല്ലേ തന്നെ കൃഷി നഷ്ടമാണ്. ആ കൂട്ടത്തിൽ ഇത്
വലിയൊരു പ്രശ്നത്തിലേക്ക് അത് മാറുകയാണ്. ഇതൊക്കെ കൃഷി ഇട്ടേച്ച് പോകുന്നില്ല എന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ തൊഴിൽ നമുക്കൊന്നും അറിയില്ല, അതുകൊണ്ട് ചെയ്തു പോകുന്നതാണ്. അതല്ല ഇത് ലാഭകരമായിട്ടൊന്നും അല്ല. മഴ പെയ്താൽ പിന്നെ ഈർപ്പത്തിന്റെ പേരിലാകും ചൂഷണം. അതിനായി മില്ലുകൾ സംഭരണം പരമാവധി വൈകിപ്പിക്കും. നല്ല നെല്ല് ഒരു മഴ പെയ്താൽ ഇതിൻ്റെ അടിമുടുക്കും കിളുക്കും, ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും. ഇത് ചെയ്യുന്നത് നമുക്കിത് മോയ്സ്ചർ റീഡിങ് കൂടും, ഇതെല്ലാം ചെയ്യും. ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ സംഭരിച്ചിരിക്കുന്ന നെല്ലാണ്. ആ നെല്ല് പിന്നെ സംഭരണം വൈകും തോറും മഴ പെയ്താൽ അതിൽ നിന്ന് നമുക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ടാവും. ഒരു കിൻഡലിന് 7 കിലോ നെല്ല് സൗജന്യമായി വേണമെന്നാണ് മില്ലുകൾ ഒരു മനസാക്ഷിയുമില്ലാതെ വാശി പിടിക്കുന്നത്. ഈർപ്പ പരിശോധനയൊക്കെ വെറും തട്ടിപ്പെന്ന് കർഷകർ. പാടി ഓഫീസ് ഉപരോധ സമരം ഉൾപ്പെടെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പാടശേഖര സമിതികൾ. അതേസമയം കിഴിവിനത്തിൽ മില്ലുകളുമായി വന്ന തർക്കം ഉടൻ പരിഹരിക്കുമെന്ന് സപ്ലൈകോ പറയുന്നു. കിഴിവിനത്തിൽ നൽകുന്ന നെല്ല് വരെ സ്വന്തം ചിലവിൽ കർഷകൻ ചുമന്ന് മില്ലുകാരന് വാഹനത്തിൽ എത്തിച്ചു നൽകണമെന്നറിയുമ്പോഴാണ് ചൂഷണത്തിന്റെ ആഴം ഞെട്ടിക്കുന്നതാകുന്നത്. പുഞ്ചകൃഷി കഴിയുന്ന കാലയളവ് മില്ലുകാരെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദ തന്ത്രങ്ങളുടെ കാലം കൂടിയാണ്. വേനൽ മഴയെ ഭയന്ന് പരമാവധി കിഴിവ് കർഷകരിൽ ഈടാക്കാനുള്ള തന്ത്രമാണ് അവർ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ നഷ്ടം സഹിച്ചാണ് പല കർഷകരും തങ്ങളുടെ നെല്ല് വിറ്റഴിക്കുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം കുട്ടനാട്ടിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൊല്ലം പുനലൂർ അഷ്ടമംഗലം ക്ഷേത്രോത്സവത്തിനിടെ വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിച്ചയാൾ അറസ്റ്റിൽ. പുനലൂർ മണിയാർ കേളൻകാവ് സ്വദേശി പ്രത്യുഷാണ് പിടിയിലായത്. ശ്രീകുട്ടനാണ് കുത്തേറ്റത്. നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ പ്രത്യുഷ്. കൊല്ലം പെരുമണിൽ ദമ്പതികളെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമൺ കോട്ടമലയിൽ വീട്ടിൽ അഭിലാഷ്, ഭാര്യ അശ്വതി എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ പെരുമൺ അമ്പലത്തിന് സമീപമുള്ള റെയിൽവേ അടിപ്പാതയ്ക്ക് മുകളിലെ ട്രാക്കിലാണ് മൃതദേഹങ്ങൾ കണ്ടത്. അഞ്ചാലുമൂട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കൊല്ലം ചെങ്ങമനാട്ട് KSRTC ബസ്സിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. വെട്ടിക്കവല സ്വദേശി ശരത്താണ് മരിച്ചത്. ചെങ്ങമനാട് വെട്ടിക്കവല റോഡിൽ രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊട്ടാരക്കരയിലേക്ക് വരികയായിരുന്ന KSRTC ഓർഡിനറി ബസ്സിൽ എതിർദിശയിൽ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ മുഹമ്മദ് മോഹസിൻ MLA ഫോണിൽ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം. വിവാഹം രജിസ്റ്റർ ചെയ്യാനെത്തിയ സഹോദരിയെ വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷ് അപമാനിച്ചുവെന്നാണ് ആരോപണം. ജനുവരി 20-നാണ് സംഭവം. സ്ഥലം മാറിപ്പോയ ശേഷമാണ് പഞ്ചായത്ത് സെക്രട്ടറി ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത്. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് മോഹസിൻ MLAയുടെ സഹോദരി ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷിനടുത്ത് എത്തുന്നത്. വിദ്യാഭ്യാസ യോഗ്യതയടക്കം ചൂണ്ടിക്കാട്ടി സെക്രട്ടറി അപമാനിച്ചെന്നും കരഞ്ഞുകൊണ്ട് സഹോദരി ഓഫീസിൽ നിന്ന് മടങ്ങിയെന്നുമാണ് MLA പറയുന്നത്. എന്നാൽ സഹോദരി തന്നോട് കാര്യങ്ങൾ പറഞ്ഞില്ല. അവിടെ ഉണ്ടായിരുന്നവരാണ് അറിയിച്ചത്. തുടർന്നാണ് MLA പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ചത്. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മൊന്ത വിളിക്കും. ആയിക്കോട്ടെ. നേരിട്ട് കാര്യം നിനക്ക് അറിയാം. ഇവിടെ നിയമസഭയിലായതുകൊണ്ട് ഞാൻ മോശമായിട്ട് സാറ് മാന്യമായിട്ട് സ്ത്രീകൾ ആ പെൺകുട്ടി അവിടെ വന്നിട്ടല്ലേ പോയത്. അവൾ എന്നോട് പറഞ്ഞില്ല, അവിടെ വന്ന ആളുകളാ പറഞ്ഞത്. അല്ല, അവിടെ ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നോട്, വേറെ കണ്ടു നിന്നവർ കേട്ടു നിന്നവരുണ്ട്. അത് തന്നെ തന്റെ നാവ് ശരിക്ക് സംസാരിക്കാനില്ലെങ്കിലും അത് അകത്തേക്ക് വെച്ചേക്കണം. വീട്ടിൽ ഈ വർത്താനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കുക. വന്നിട്ട് നേരെ മോന്തയ്ക്ക് 2 തന്നിട്ടേ സംസാരിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം സെക്രട്ടറിയെ സ്ഥലം മാറ്റിയിരുന്നു. പട്ടാമ്പിയിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ അദാലത്തിൽ പങ്കെടുക്കാതിരുന്നതിനെ തുടർന്നായിരുന്നു നടപടി. സ്ഥലം മാറ്റത്തിന് പിന്നാലെയാണ് ഫോൺ സംഭാഷണം പുറത്തു വന്നത്. മുൻപും സമാന രീതിയിൽ പരാതി ഉയർന്നിട്ടുണ്ടെന്നും MLA ചൂണ്ടിക്കാട്ടുന്നു. ആ മുസ്തഫ മെമ്പറോട് എത്ര മോശമായിട്ട് സംസാരിച്ചു. അവിടുത്തെ മറ്റു മെമ്പർ സ്ത്രീകൾ ആസീന മെമ്പറോട് എത്ര മോശമായിട്ട് സംസാരിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്നല്ല. ഞാനെന്ത് ആൾക്കാരുടെ മോശമായിട്ട് സംസാരിക്കാനായിട്ട് വല്ല കരാറെടുത്ത പോലെയാണല്ലോ മെല്ലെ സംസാരിക്കുന്നത്. അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷിന്റെ വിശദീകരണം. ന്യൂസ് 18 പാലക്കാട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 1086.94 കോടിയുടെ വിറ്റുവരവോടെ ചരിത്രം കുറിച്ച് കെൽട്രോൺ. 2021-22 സാമ്പത്തിക വർഷം 521.71 കോടിയും 2023-24 സാമ്പത്തിക വർഷത്തിൽ 643 കോടിയുമായിരുന്നു വിറ്റുവരവ്. കൃത്യസമയത്തുള്ള ബിസിനസ് ചുവടുമാറ്റവും പ്ലാൻ ഫണ്ടുകളിലൂടെയും ബജറ്റിലൂടെയും
സംസ്ഥാന സർക്കാർ നൽകിയ സാമ്പത്തിക പിന്തുണയുമാണ് ചരിത്ര നേട്ടത്തിന് വഴിയൊരുക്കിയതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. കമ്പനിയുടെ തിരിച്ചുവരവിനായി ജീവനക്കാർ നടത്തിയ കൂട്ടായ പരിശ്രമവും നേട്ടം രചിക്കാൻ സഹായിച്ചതായും മന്ത്രി പറഞ്ഞു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,510 രൂപ, പവന് 68,080 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7,020 രൂപ, പവന് 56,160 രൂപ. വെള്ളി ഗ്രാമിന് 112 രൂപ, കിലോയ്ക്ക് 1,12,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.